ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായം മക്കയിലാണ് അവതരിച്ചത് എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ മുന്നെയാണ് അത് അവതരിച്ചത്. 4 ആയത്തുകളാണുള്ളത്. ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് ബർക്കത്തിന് വേണ്ടി അത് ഓതി അർത്ഥം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ അധ്യായം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തു വന്ന റബ്ബിനെ എന്തൊരു പദാർത്ഥം കൊണ്ടാണ് അള്ളാഹുവിന് നിർമ്മിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിന് ജന്മം നൽകിയത് ആരാ എന്ന രീതിയിൽ വളരെയധികം മോശമായ പ്രയോഗങ്ങൾ കൊണ്ട് വിവരക്കേടിൽ നിന്ന് ചില സഹോദര സമുദായക്കാർ, ജൂത സഹോദരന്മാർ ചോദ്യം ചോദിച്ചതിന്റെ മറുപടിയായിട്ടാണ് ഈ അധ്യായം അവതരിക്കുന്നത്. ആ പശ്ചാത്തലം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാൻ വേണ്ടിയിട്ട് നബിയെ അങ്ങ് പറയ് എന്ന് ആവശ്യപ്പെടാണ് അള്ളാഹു. ഖുൽ 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 നബിയെ അങ്ങ് പ്രഖ്യാപിക്ക്, പ്രവാചകരെ അങ്ങ് പറയ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുവ വസ്തുത പറയട്ടെ, അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ് അവൻ സ്വയം പര്യാപ്തനാണ്, ലം യലിദ് വലം യൂലദ് അവൻ ആർക്കും അവൻ ജന്മം നൽകിയിട്ടില്ല, ആരുടെയും പിതൃത്വമോ മാതൃത്വമോ അവൻ ഏറ്റെടുക്കേണ്ടതില്ല, അവൻ ആരെയും പ്രസവിച്ചിട്ടില്ല. വലം യൂലദ് അള്ളാഹുവിനെ ആരും പ്രസവിച്ചതുമല്ല, വലം യകുൽ ലഹു കുഫുവൻ അള്ളാഹുവിന് തുല്യമായിട്ട് ഇല്ല അഹദുൻ ഒരാളുമില്ല. അള്ളാഹുവിന്റെ ഏകത്വം, അവന്റെ തൗഹീദ് വിഭാവനം ചെയ്യുന്ന ഒരു അധ്യായം സൂറത്ത് തൗഹീദ് എന്ന ഇതിന് ഒരു പേരും കൂടിയുണ്ട്. ഏതായാലും ഇതിന്റെ പ്രത്യേകതകളിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഈ അധ്യായം പതിവായി പാരായണം ചെയ്തു പോരുന്ന ആളുകൾ ലോകത്ത് പ്രശസ്തരായി തീരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രശസ്തി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവാം, അത് നന്മയുടെ വഴിയിലൂടെ പ്രശസ്തരാവണം. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നന്മയുടെ വഴിയിൽ പ്രശസ്തനാണ്. മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും നന്മയുടെ വഴിയിൽ പ്രശസ്തരാണ്. മലപ്പുറം ജില്ലയിലെ വെറും നാട്ടുംപുറത്തുകാരനായ ഒരു മനുഷ്യൻ എന്ന് പറയാവുന്നതിലപ്പുറത്തേക്ക് പ്രശസ്തിയുടെ യാതൊന്നും കരസ്ഥമാക്കാതെ ഒതുങ്ങി ജീവിച്ച ഒരു മഹാനെ ഇൽമിന്റെ പ്രകാശം കൊണ്ട് അള്ളാഹു പ്രശസ്തനാക്കി. മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ്, അള്ളാഹു ഖബർ വെളിച്ചമാക്കട്ടെ. സാധാരണക്കാരനെ പോലെ ജീവിച്ച മഹാപണ്ഡിതനാണ്. പാണ്ഡിത്യത്തിന്റെ ആ വലിയ സ്ഥാനത്തെ മഹാനവറുകൾ ലാളിത്യം കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇൽമു കൊണ്ട് മഹാനവറുകൾ ലോകത്ത് പ്രശസ്തനാണ്. അപ്പോൾ നന്മയിൽ പ്രശസ്തി നമുക്കുണ്ടാവും, സൽപ്പേരുണ്ടാവും. സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യല് വർദ്ധിപ്പിക്കുക, പതിവായി പാരായണം ചെയ്യാം. ഒരെണ്ണല്ല പാരായണം ചെയ്യല്, പതിവായി പാരായണം ചെയ്യാം. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഇത് സംബന്ധമായ ഒരു ഹദീസ് പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുന്ന ഒരു നേരം, ആ സമയത്ത് മഹാനായ സ്വഹാബി അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വരികയാണ്, ഹബീബിന്റെ നേരെ വരികയാണ്. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ്, നബിയേ അബൂദർറിൻ ഖദ് അഖ്ബല, നബിയേ ദേ അബൂദർ ഇങ്ങോട്ട് വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ, നബിയെ അബൂദർറിൽ ഗിഫാരി എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയെ വരുന്നു നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതപ്പെട്ടു. തിരിച്ചു ചോദിച്ചു ജിബ്രീലിനോട് അലൈഹിസ്സലാം, അവ തഅരിഫൂനഹു, മഹാന്മാരായ മലക്കുകൾ അബൂദർറിൽ ഗിഫാരിയെ അറിയുമോ ജിബ്രീലെ, നിങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തെ അറിയൂ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹുവ നബിയേ ഹുവ അശ്ഹറു ഇൻദനാ മിൻഹു ഇൻദകും, നിങ്ങളുടെ ഇടയിൽ, അതായത് ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ അബൂദർറിൽ ഗിഫാരി എന്ന് പറയുന്ന മഹാൻ പ്രശസ്തനാണ് എന്നതിനേക്കാളും വലിയ പ്രശസ്തനാണ് ആകാശത്തിൽ ഞങ്ങളുടെ കൂടെ. ഇവിടത്തേനേക്കാളും മൂപ്പര അറിയപ്പെടുന്ന അവിടെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്,
ബിമാദാ നാല ഹാദിഹിൽ ഫളീല ജിബ്രീൽ അലൈഹിസ്സലാം, ഈ മഹാനായ സ്വഹാബി എങ്ങനെയാണ് ആ പദവി കരസ്ഥമാക്കിയത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലിസ്ഗരിഹി ഫീ നഫ്സിഹി, രണ്ട് കാരണമാ ഉള്ളത് നബിയെ. ഒന്ന്, അദ്ദേഹം വിനയമുള്ള മനുഷ്യനാണ്. അള്ളാഹു നമുക്ക് വിനയം തരട്ടെ. വിനയമുള്ളവനെ അള്ളാഹു വലുതാക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കിബറുള്ളവനെ, അഹങ്കാരമുള്ളവനെ അള്ളാഹു താഴ്ത്തിക്കളയും. മാത്രവുമല്ല, അണുമണിത്തൂക്കം കിബർ ഉണ്ടെങ്കിൽ അവന് സ്വർഗവുമില്ല. ഈ മഹാന് ഇത്രയും വലിയ പദവി, മലക്കുകളുടെ ഇടയിൽ പോലും പ്രശസ്തനാവുക എന്ന ഈ പദവി കിട്ടിയത് രണ്ട് കാരണം. ഒന്ന്, അദ്ദേഹത്തിന്റെ വിനയമാണ്. സ്വന്തത്തെ വലിയ വലിപ്പത്തിൽ പ്രദർശിപ്പിക്കാറില്ല ഒരു സ്ഥലത്തും. ഞാൻ വലിയ സംഭവമാണെന്ന് ചിന്തിക്കാറില്ല മഹാൻ, അതായത് വിനയമാണ്. രണ്ടാമത്തെ കാരണം, ഈ മഹാൻ എപ്പോഴും 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 ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് കാരണത്താൽ അബൂദർറിൽ ഗിഫാരി എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ഭൂമിയിലുള്ളതിനേക്കാൾ ഏറെ ആകാശത്തിലെ അള്ളാഹുവിന്റെ അനുഗ്രഹീത സൃഷ്ടികളായ മലക്കുകളുടെ ഇടയിൽ പ്രശസ്തനാണ് നബിയേ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹു ഈ ഫദ്ലിലേക്ക് നമ്മെ ചേർക്കട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓർമ്മ വെച്ച കാലം മുതൽക്ക് നമ്മൾ ഒരുപാട് പാരായണം ചെയ്യുന്നുണ്ട്. ഒരു ഫാത്തിഹ വിളിച്ചിട്ട് ദുആ ചെയ്യുന്ന സദസ്സിലാവട്ടെ, ഒരു യാസീൻ ഓതുന്ന സദസ്സിലാവട്ടെ, ഒരു യാസീൻ ഓതുമ്പോഴും ഒരു ഫാത്തിഹ ഓതുമ്പോഴും ഒരു ഫലഖ് ഓതുമ്പോഴും ഒരു നാസ് ഓതുമ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ 3 എണ്ണമാണ് പാരായണം ചെയ്യാം. അതിന്റെ ശ്രേഷ്ഠതയിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരുമാറാവട്ടെ. അപ്പൊ അത്രത്തോളം വലിയ മഹത്വമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ. ഒന്നാമത്തെ പ്രത്യേകത, നന്മയുടെ വഴിയിൽ നമുക്ക് പ്രശസ്തരാവാൻ പറ്റും. ഇനി സൂറത്തുൽ ഇഖ്ലാസിന്റെ രണ്ടാമത്തെ പ്രത്യേകത പറയാം. രണ്ടാമത്തെ പ്രത്യേകത, പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം പാരായണം ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ 1/3 ഭാഗം പാരായണം ചെയ്യുന്ന പ്രതിഫലത്തോട് കിടപിടിക്കും ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യല് പരിശുദ്ധ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്യുന്നതിനോട് പ്രതിഫലത്തിൽ കിടപിടിക്കും. ഒരെണ്ണം. അപ്പൊ 3 എണ്ണം ഓതി കഴിഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതിയ പ്രതിഫലത്തോട് കിടപിടിക്കും. ഖുർആൻ പൂർണ്ണമായി ഓതി എന്നല്ല അതിനർത്ഥം, ആ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തോട് ഇത് ഈക്വൽ ആയിട്ട് വരും. നോക്കിക്കോ, ഹദീസ് കണ്ടോ. ഇമാം മുസ്ലിം സ്വഹീഹുൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ് കാണാം. عن ابي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഞങ്ങളോട് ചോദിച്ചു, അയഅജിസു അഹദുകും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ. ഓരോ രാത്രിയിലും നിങ്ങളിൽ എല്ലാവർക്കും ഓരോ രാത്രിയിലും പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം പാരായണം ചെയ്യാൻ കഴിയോ? റസൂലുള്ളാഹിയുടെ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ തിരിച്ചു ചോദിച്ചു, കൈഫ യഖറഉ സുലുസൽ ഖുർആൻ, നബിയെ എങ്ങനെയാണ് ഖുർആനിന്റെ 1/3 പാരായണം ചെയ്യാൻ രാത്രി? കഴിയായികയില്ല, എന്നാലും എങ്ങനെ നബി എല്ലാ ദിവസവും ഇപ്പൊ 1/3 പാരായണം ചെയ്യാൻ കഴിയും? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ ഹുവല്ലാഹു അഹദ് യഅദിലു സുലുസൽ ഖുർആൻ. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനിന്റെ 1/3 തുല്യത, പ്രതിഫലത്തിൽ തുല്യമായി നിൽക്കുന്നു. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനിന്റെ 1/3 പ്രതിഫലത്തിൽ തുല്യമായി നിൽക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഈ ഹദീസ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം നവവി രേഖപ്പെടുത്തുന്ന കാണാം ശറഹ് മുസ്ലിമിൽ, قال المازري قيل معناه أن القرآن على 3 أنحاء قصص وأحكام وصفات الله تعالى وقل هو الله أحد متضمنة للصفات. അവിടെയാണ് കാര്യം. പരിശുദ്ധമായ ഖുർആൻ പ്രധാനമായും 3 ഭാഗങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം ഖസസാണ്, ചരിത്രങ്ങളാണ്. ഖുർആൻ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞിരിക്കുന്ന നബി ആരുടേതാ? ഏത് നബിയുടെ ചരിത്രം ഏറ്റവും കൂടുതൽ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. 124 ആയത്തുകളിൽ മാത്രം 136 പ്രാവശ്യം മൂസ എന്ന പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അത്രത്തോളം ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. എത്രയോ ചരിത്രം, എല്ലാ നബിമാരുടെയും ചരിത്രങ്ങളല്ലേ പറയുന്നത്. പറഞ്ഞത് അതേ ആശയം തന്നെ മറ്റൊരിടത്ത് പിന്നെയും കാണാം. അപ്പൊ ഏതായാലും ഖുർആനിന്റെ 1/3 ഭാഗം ചരിത്രമാണ്. പിന്നെ ഖുർആനിന്റെ 1/3 ഭാഗം അഹ്കാമുൻ നിയമങ്ങളാണ്. പിന്നെ ഖുർആനിന്റെ അടുത്ത ഭാഗം 1/3 അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്, അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. ഇതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം ഈ അവസാനം പറഞ്ഞ അള്ളാഹുടെ വിശേഷണങ്ങളെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഖുർആനിന്റെ 1/3 ഭാഗത്തെ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഉൾക്കൊള്ളുകയാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് ലക്ഷക്കണക്കിന് നാമങ്ങൾ ഉണ്ടാവാം, കോടിക്കണക്കിന് നാമങ്ങൾ ഉണ്ടാവാം. അതിപ്രധാനപ്പെട്ട നാമം 3000 അള്ളാഹുവിന്റെ പേരുകളിൽ അതിപ്രധാനപ്പെട്ട പേരുകൾ 3000. അള്ളാഹുവിന്റെ അതിപ്രധാനപ്പെട്ട പേരുകൾ 3000. ആ 3000-ൽ 1000 പേരുകൾ അമ്പിയാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു റബ്ബ്. പക്ഷേ അത് മറ്റാർക്കും പഠിപ്പിച്ചിട്ടില്ല. 3000-ൽ പിന്നെയുള്ള 2000-ലെ 1000 മലക്കുകൾക്ക് പഠിപ്പിച്ചു, അത് വേറെ ആർക്കും പഠിപ്പിച്ചിട്ടില്ല. അത് വേറെ മലക്കുകൾക്ക് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. 3000-ൽ ഇനി ശേഷിക്കുന്ന 1000 ഉണ്ട്. 1000-ൽ 300 തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ എവിടെയില്ല. 3000-ൽ ഇനി ശേഷിക്കുന്നത് 700 700-ൽ ബാക്കിയുള്ള 300 ഇഞ്ചിയിൽ പറഞ്ഞിട്ടുണ്ട്, വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. 3000-ൽ ഇനി ശേഷിക്കുന്നത് 400, അതിൽ 300 സബൂറിൽ പറഞ്ഞു, അത് വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. 3000-ൽ ഇനി ശേഷിക്കുന്നത് വെറും 100 മാത്രമാണ്, 99 ഖുർആനിൽ പറഞ്ഞു, അത് വേറെ എവിടെയുമില്ല. ബാക്കി ഒന്നേ ഉള്ളൂ 3000-ൽ, അത് അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരൊറ്റ വചനത്തിൽ മാത്രം, ഇതൊരു ഉദാഹരണം പറയുന്നതാണ്, സമാനമായ പലതും നമുക്ക് കാണാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒറ്റ വചനത്തിൽ മാത്രം അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളും വന്നിട്ടുണ്ട് എന്നതാണ് ബിസ്മി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതാണ് ബിസ്മിയുടെ പവർ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരാൾ ഉച്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നല്ല അതിനർത്ഥം. ബികുല്ലിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ ആരംഭിക്കുന്നു. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരൊറ്റ വചനത്തിൽ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഒരു ആയത്താണ്. അങ്ങനെ 114 പ്രാവശ്യം ഖുർആനിന്റെ ആയത്തായി മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണിയിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ നാമവും ഖുർആനിൽ ബിസ്മിയിൽ മാത്രം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. അള്ളാഹുവിന്റെ ഖുർആനിൽ 3 സെക്ഷനായി തിരിച്ചിട്ടുള്ള നിയമങ്ങളും ചരിത്രങ്ങളും അള്ളാഹുവിന്റെ സിഫത്തുകളും. ഇതിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ എന്ന് പറയുന്ന ഈ സെക്ഷൻ മുഴുവനും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന അധ്യായത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യായം ഒരു പ്രാവശ്യം പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്മുകളുടെ ഫുള്ള്, അതായത് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ ഫുള്ള്, അതായത് ഖുർആനിന്റെ 1/3 ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുന്ന ആള് ആ പ്രതിഫലം നേടിക്കഴിഞ്ഞു. അപ്പൊ അത് 3 പ്രാവശ്യം പാരായണം ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, മൊത്തം പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തോട് തുല്യമായ പാരായണം ചെയ്യലിന്റെ പ്രതിഫലം 3 ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുന്നതിലൂടെ കിട്ടും. സാന്ദർഭികമായി പറയാം, ഖത്തം ഓതി തീർക്കാനുള്ള ഒരു ഖത്തമായിട്ട് ഫാത്തിഹ മുതൽ അന്നാസ് വരെ അറ്റം മുതൽ ഈ അറ്റം വരെ ഓതേണ്ട വരും. 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖത്ത് ഓതിനാവൂല. ഖത്ത് ഓതിയത് വേറെ. പക്ഷേ ഒരു ഖത്തമുൽ ഖുർആൻ തീർക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം പോലെയുള്ള ഒരു പ്രതിഫലമാണ് 3 ഖുൽ ഹുവല്ലാഹു അഹദിലൂടെ കിട്ടുന്നത്. അതല്ലാതെ അത് തന്നെ കിട്ടുമെന്നല്ല, അതിന് പകരം ഇത് പര്യാപ്തവും അല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. 3 ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഒരു പ്രാവശ്യം ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പോലെയുള്ള ഒരു പ്രതിഫലം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായത്തിന്റെ 1-ാമത്തെ പ്രത്യേകത നന്മയുടെ വഴിയിൽ പ്രശസ്തരാവാൻ പറ്റും. 2-ാമത്തെ പ്രത്യേകത ഖുർആനിന്റെ 1/3 ഈ അധ്യായം എന്നുള്ളത്. ഇനി 3-ാമത്തെ പ്രത്യേകത സൂറത്തുൽ ഇഖ്ലാസിന്റെ 3-ാമത്തെ പ്രത്യേകത പാപം പൊറുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ അധ്യായം പാരായണം ചെയ്താൽ പാപം പൊറുക്കും. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നത് കാണാം ഒരു ഹദീസ്. അന്നഹു ദഖലൽ മസ്ജിദ ഫസമിഅ റജുലൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന ശബ്ദം കേട്ടു. ദുആ തന്നെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആയത്തുകളിൽ പറയപ്പെട്ട അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ദുആയാണ്. അല്ലാഹുവിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനെ വിശേഷിപ്പിക്കാറുണ്ട്.
നമ്മൾ ദുആ ചെയ്യുമ്പോൾ A to Z നമ്മുടെ ആവശ്യം മാത്രമേ പറയുള്ളൂ. പടച്ചോനെ റബ്ബേ, പെരയുടെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങില് ഉണങ്ങി കിടക്കുന്ന തേങ്ങ മുതൽക്ക് തുടങ്ങിയാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആവശ്യങ്ങളും പറയുമ്പോൾ അള്ളാനെ ഒന്ന് പ്രകീർത്തിക്കണ്ടേ ദുആയിൽ? നമ്മൾ മുമ്പ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദുആ പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ അള്ളാനെ പ്രകീർത്തിക്കണം. അള്ളാഹുവിനെ പ്രകീർത്തിക്കാതെ, അള്ളാഹുവിനെ കുറിച്ച് പുകഴ്ത്താതെ ദുആക്ക് പെട്ടെന്നൊരു പരിഗണന കിട്ടൂല. അള്ളാനെ പ്രകീർത്തിക്കണം. എങ്ങനെ പ്രകീർത്തിക്കുന്ന ഒരു ഉദാഹരണം പറയാം. പടച്ച റബ്ബേ, എന്റെ കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. ഒരുപാട് മനുഷ്യന്മാർക്ക് ഒരു പണിയുമില്ല, കൂലിയില്ലാതെ നടക്കുമ്പോ എനിക്ക് നല്ല കച്ചവടം നീ തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. നീയാ തന്നത്, അത് നിലനിർത്തി തന്നതും നീയാണ്, നിലനിർത്തി കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, നിനക്കേ പറ്റൂ. അള്ളാഹുവിനോട് ഒരു സ്റ്റാർ ആക്കണം, പടച്ചോനെ പുകഴ്ത്തണം, പ്രകീർത്തിക്കണം. പടച്ചോനെ, ഇനിയും നീയാണത് ചെയ്തു തരേണ്ടത്. അള്ളാഹുവേ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഇപ്പൊ ഒരു ചെറിയ നഷ്ടം അതിൽ വന്നിട്ടുണ്ട്, അതും നീയാണ് തന്നത്. അള്ളാഹുവേ, അതിന് പരിഹാരം എനിക്കറിയില്ല, അത് നിനക്കേ അറിയൂ. നീ അത് പരിഹരിച്ചു തരണമല്ലാ, നിന്റെ ഫضل കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ അത് ചെയ്തു തരണമല്ലാ. ഇങ്ങനെയൊക്കെ അള്ളാനെ പ്രകീർത്തിക്കുന്ന പദങ്ങൾ ദുആയിൽ കൂടുതൽ കേറി വന്ന ആ ദുആക്ക് ഉത്തരമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു സഹാബിയുടെ ചരിത്രം ഇവിടെ ചർച്ചയാകുന്നത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ 3-ാമത്തെ പ്രത്യേകത പാപം പൊറുക്കുമെന്നതാണ്. എന്താ കാരണം? സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണല്ലോ. ഈ റബ്ബിന്റെ വിശേഷണങ്ങളെ പ്രാർത്ഥനയിൽ ഒരു സ്വഹാബി, മിടുക്കനായ ഒരു സ്വഹാബി വളരെ മനോഹരമായി കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സൂറത്തുൽ ഇഖ്ലാസിന്റെ പദങ്ങളിലൂടെ അങ്ങനെ കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്. പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു സ്വഹാബി ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്യാണ്, ഉറക്കെ ദുആ ചെയ്യുന്നു. യഖൂലു അസ്അലുക യാ അല്ലാഹു യാ അഹദു യാ സമദു യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ പ്രകീർത്തിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായത്തിന്റെ ഈ വരികൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ വരികളിൽ നിന്നും ഒരു ദുആ ഉണ്ടാക്കി. അല്ലാതെ ഖുർആൻ ഓതി എന്നല്ല അതിനർത്ഥം. ഈ വരികളിൽ നിന്നും അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കടമെടുത്തൊരു ദുആ ഉണ്ടാക്കി. ആ ദുആയിലൂടെ ഇങ്ങനെ, പടച്ചോനെ റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ഇന്ന ആവശ്യം നീ ആരാ? ഓ അല്ലാഹുവേ, ഓ അഹദേ, ഓ സമദേ, ഓ മല്ലം യലിദ് വലം യൂലദ് എന്ന പദവിയുള്ള അല്ലാഹുവേ, വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന അല്ലാഹുവേ. അതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഏകനായ അല്ലാഹ്, സ്വയം പര്യാപ്തനായ അല്ലാഹ്, ആരെയും പ്രസവിക്കാത്ത അല്ലാഹ്, ആരാലും പ്രസവിക്കപ്പെടാത്ത അല്ലാഹ്, തുല്യനായി മറ്റൊരാളും ആർക്കെതിരെയാണോ ഇല്ലാത്തത് ആ അല്ലാഹ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായത്തിന്റെ പവറാണ് ഈ ദുആന്റെ പവർ. ഹബീബായ നബി തങ്ങൾ ഈ ദുആ കേട്ടപ്പോൾ ഉടൻ തന്നെ സ്വഹാബികളോട് പറഞ്ഞു, ആ മനുഷ്യന്റെ പാപം അല്ലാഹു പൊറുത്തിട്ടുണ്ട്. ആ സ്വഹാബി കേൾക്കത്തക്ക വിധത്തിലുള്ള റസൂലുള്ളാഹി പറഞ്ഞു, ഗഫറ ലക ഗഫറ ലക ഗഫറ ലക സലാസ മർറാത്ത്. 3 വട്ടം റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, നിനക്ക് അല്ലാഹു പൊറുത്തു, നിനക്ക് അല്ലാഹു പൊറുത്തു, നിനക്ക് അല്ലാഹു പൊറുത്തു. അപ്പോൾ ഈ അധ്യായം പാരായണം ചെയ്യലോട് ഒരാളുടെ പാപങ്ങൾ പൊറുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി 4-ാമത്തെ കാര്യം, സൂറത്തുൽ ഇഖ്ലാസിന്റെ 1-ാമത്തെ പ്രത്യേകത നന്മയുടെ വഴിയിൽ പ്രശസ്തരാവാം. 2-ാമത്തെ പ്രത്യേകത ഖുർആനിന്റെ 1/3 എന്ന് പറയുന്ന ഒരു പ്രതിഫലം ഒരു പ്രാവശ്യത്തെ ഖുൽ ഹുവല്ലാഹു അഹദിൽ കിട്ടും. 3 ചേർത്തോതിയാൽ ഖുർആനിന്റെ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം കിട്ടും. 2-ാമത്തെ പ്രത്യേകത. 3-ാമത്തെ പ്രത്യേകത നമ്മുടെ പാപം പൊറുക്കുമെന്നതാണ്. ഇനി 4-ാമത്തെ പ്രത്യേകത ഞാൻ ചുരുക്കാണ്. 4-ാമത്തെ പ്രത്യേകത, ഈ 4-ാമത്തെ പ്രത്യേകത നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ പ്രധാന കണ്ടന്റാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ അറിവിൽ ബർക്കത്ത് തരട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. 4-ാമത്തെ പ്രത്യേകത നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന കണ്ടന്റാണ്. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ഒരു സംഭവമാണ് ഈ 4-ാമത്തെ പ്രത്യേകതയിൽ നമ്മൾ ആധാരമാക്കിയിട്ടുള്ളത്. എന്താണ് 4-ാമത്തെ പ്രത്യേകത? എല്ലാവരുടെയും പരാതിയാണ്, അതിന് പരിഹാരമാണ് ഈ 4-ാമത്തെ പ്രത്യേകത. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നമുക്ക് ഐശ്വര്യമുണ്ടാകും എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ 4-ാമത്തെ പ്രത്യേകത. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യമുണ്ടാവുക എന്ന പ്രത്യേകതയാണ് 4-ാമത്തെ പ്രത്യേകത. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു മനുഷ്യൻ, നമുക്കെല്ലാവർക്കും ഒരു പരാതി ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ എന്തോരം കൊണ്ടുവന്ന് പണിയെടുത്ത് കൊണ്ടുവന്നാലും വീട്ടില് തികയണില്ല, പൈസ വരുന്ന അങ്ങടെ പോണെന്ന് കാണുന്നില്ല, ചെലവ് കൂടുതലാണ്, ആശുപത്രി കേസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ?
ഇതിനൊരു പരിഹാരം, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ ഒരു കുഞ്ഞ് ട്രിക്ക് നമ്മളൊന്ന് ശീലിച്ചു പോന്ന അതാണ് മാറിക്കിട്ടും. നമ്മളൊന്ന് അതിനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ ശീലമാക്കാം. അതിന് സൂറത്തുൽ ഇഖ്ലാസ് തന്നെ വേണേ. നോക്കിക്കോ, സംഭവം ഞാൻ പറയാം, ഞാൻ സുദീർഘമാക്കുന്നില്ല, സംഭവം പറയാം. عن سهل بن سعد الساعدي رضي الله عنه قال شكا رجل إلى رسول الله صلى الله عليه وسلم الفقر وضيق المعيشة. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പരാതി പറയുകയാണ്, സങ്കടം പറയുകയാണ്. അൽ ഫഖറ, ഇല്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, വിശപ്പ്, സാമ്പത്തിക ബുദ്ധിമുട്ട്. വലീഖൽ മഈശത്തി, പണിക്ക് പോകുന്നുണ്ട് നബിയെ, പക്ഷേ കിട്ടുന്നത് തികയുന്നില്ല. ലീഖുൽ മഈശ അതാണ്, എനിക്ക് വരുമാനമില്ലായികയല്ല, എനിക്ക് വരുമാനമുണ്ട് പക്ഷേ തികയുന്നില്ല, എന്റെ കുടുംബത്തിൽ പട്ടിണിയുണ്ട് നബിയെ. ഇങ്ങനെ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ പരാതി പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ മനുഷ്യനോട് പറയുകയാണ്, പരിഹാരമുണ്ട് മോനെ, പരിഹാരമുണ്ട്. ആ പരിഹാരം നമുക്കും വേണ്ടേ? ആ പരിഹാരം കേട്ടോ. ഇദാ ദഖൽതൽ ബൈത ഫസല്ലിം ഇൻ കാന ഫീഹി അഹദ്. നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വീട്ടുകാരിൽ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ ആളുണ്ടെങ്കിൽ നീ അങ്ങോട്ട് സലാം പറഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് അല്ല. ഒന്നാമത് ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ കൊച്ചു മക്കളാണെങ്കിൽ പോലും സലാം പറയണം. സലാം പറയുമ്പോൾ അത് ബർക്കത്തായിട്ട് വരും. കുടുംബത്തിലുള്ളവരോട് അങ്ങോട്ട് സലാം പറയണം. ഒന്നാമത് അത് ചെയ്യണം. സ്വഹാബിയുടെ പരാതി അറിയാലോ. പരാതി എന്താണ്? പടച്ചോനെ, ഞാൻ എന്തോരം പണിയെടുത്തിട്ട് എന്റെ കയ്യിലിരിക്കണില്ലേ, അതാണ് പരാതി. നമ്മളൊക്കെ പറയണ പരാതി തന്നെ. എന്റെ തൊഴിൽ ചെയ്തിട്ട് കിട്ടുന്ന എന്റെ കൂലിയും എന്റെ വരുമാനവും എന്റെ കുടുംബം പുലർത്താൻ തികയുന്നില്ല, എന്റെ പരാതി അതാണ്. എന്റെ കുടുംബത്തിൽ അത് കാരണം പട്ടിണി വന്നിട്ടുണ്ട്, പരാതി അതാണ്. പരിഹാരം പറയുന്നു, മോനെ, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നീ സലാം പറയണം വീട്ടുകാരോട്. അതാണ് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു, ഇനി നിന്റെ വീട്ടിൽ ആരെയും കാണുന്നില്ല എങ്കിൽ നീ അസ്സലാമു അലൈക യാ അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് എനിക്ക് സലാം പറഞ്ഞേക്ക്. നിന്റെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ, ആരെയും കാണുന്നില്ലെങ്കിൽ നീ സലാം എനിക്ക് പറയും മോനെ. വഇല്ലം യകുൻ ഫീഹി അഹദൻ ഫസല്ലിം അലയ്യ, എന്റെ പേരിൽ സലാം ചൊല്ല്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചർച്ച കഴിഞ്ഞതാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും ചൊല്ലുമ്പോൾ ഒരു വിജനമായ സ്ഥലത്തെല്ലാണ്, അവിടെ ആരെയും കാണുന്നില്ല, അപ്പൊ സലാം പറയേണ്ടത് എങ്ങനെയാണ്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്ന് സലാം ചൊല്ലണം. ആരിലുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് അങ്ങോട്ട് സലാം ചൊല്ലണം. വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആരെയും കാണുന്നില്ലെങ്കിൽ നമ്മൾ സലാം പറയേണ്ട രീതി അത്തഹിയാത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നമ്മുടെ സ്വന്തം ശരീരത്തിനും മറ്റുള്ള എല്ലാ ഇവിടെ വരാത്തവരായ എല്ലാ മുഅ്മിനീങ്ങൾക്കും കൂടിയിട്ടാണ് ആ സലാം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ആരും ഇല്ലാത്തടത്ത് ചെല്ലേണ്ട സലാം അങ്ങനെയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ആരെയും കാണാത്തതെങ്കിൽ ആ പറഞ്ഞതിന്റെ കൂടെ റസൂലുള്ളാഹിയുടെ പേരിലുള്ള സലാമും കൂടി കൂട്ടണം. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നമ്മൾ സലാം പറയുമ്പോൾ മുന്നിൽ ആളുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. ഇനി ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടതെങ്കിൽ അവിടെ നമ്മൾ പറയണം, സലാം പറയണം. അവിടെ സലാം ഒഴിവില്ല. നമ്മുടെ സ്വന്തം ശരീരത്തോട് സലാം പറയണം. അവിടെ ഇപ്പോൾ നിലവിലില്ലാത്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും സലാം പറയണം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ഇനി ആ സലാം പറയൽ സ്വന്തം വീട്ടിൽ ചെന്നപ്പോഴാണ് ആരും കാണാത്തതെങ്കിൽ അതിന്റെ കൂടെ റസൂലുള്ളാഹിയുടെ പേരിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സലാമും കൂടി ചേർക്കണം. ആ സലാം ചേർക്കണം. ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെ കുടുംബത്തിൽ നിന്ന് പോകാനുള്ള ഒന്നാമത്തെ വഴി അതാണ്. അതിന്റെ കൂടെ മറ്റൊരു കാര്യവും കൂടി ഉണ്ട്. എങ്ങനെയാണ്? വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല എങ്കിൽ ആ സമയം നീ എന്റെ ആ സഹാബിയോട് പറയണേ, എന്റെ പേരിലുള്ള സലാം നീ ചൊല്ലണേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ഇങ്ങനെ പറയണം. ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടോ രണ്ടാമത് നീ ചെയ്യേണ്ടത്, പൊന്നുമോനെ, റസൂലുള്ളാഹി പറയാണ്, വഖറ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദും ഓതണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലെ എല്ലാ പ്രയാസങ്ങളും മാറും. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്, ഫഫഅല റജുലു, സ്വഹാബി അങ്ങനെ ചെയ്തു.
അങ്ങനെ ചെയ്തു. ആ സമയത്ത് അല്ലാഹു തആല ഫറദ്ദല്ലാഹു അലൈഹി റിസ്ഖ, ആ മനുഷ്യൻ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനുള്ളത് ഒക്കെ കൊടുത്തു. ഹത്ത അഫാല അലൈഹി ജീറാനഹു, അല്ലാഹു തആല ആ മനുഷ്യന്റെ അയൽവാസികൾക്കും കൂടി ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത് അയാളുടെ വീട്ടിൽ ബർക്കത്തായിട്ട് എത്തിച്ചു. അതായത് ഇയാളുടെ വീട്ടിൽ നിന്ന് പിന്നെ അയൽവക്കക്കാർക്കൊക്കെ സഹായം കൊടുക്കലായി. അത്രത്തോളം ബറക്കത്ത് പെരുക്കാൻ നമ്മുടെ വീട്ടിൽ ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വീട്ടുകാരോട് സലാം പറഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടാ വീട്ടിലേക്ക് കയറേണ്ടത്. നീ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാരുമില്ല നമ്മളെ സ്വീകരിക്കാൻ, നമ്മൾ തനിച്ചാണ് എങ്കിൽ അവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്ന ദിക്റും ചൊല്ലി സലാം പറഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരെണ്ണം ചൊല്ലിയിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ. അപ്പൊ നമ്മുടെ വീട്ടില് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസിന്റെ 4 പ്രത്യേകതകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. 4 പ്രത്യേകതകൾ. 1, നന്മയുടെ വഴിയിൽ പ്രശസ്തരാവാം. 2, ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാം ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുമ്പോൾ. 3-ാമത്തെ പ്രത്യേകത നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 4-ാമത്തെ പ്രത്യേകത നമ്മുടെ കുടുംബത്തിലെ പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറ്റി അള്ളാഹു നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമ്പത്തും നമ്മുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ബർക്കത്ത് നമുക്ക് തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് 4-ാമത്തെ പ്രത്യേകത. ഇനി സൂറത്തുൽ ഇഖ്ലാസിന്റെ 5-ാമത്തെ പ്രത്യേകത കേട്ടോ. 5-ാമത്തെ പ്രത്യേകത, അല്ലാഹുവേ അൽഹംദുലില്ലാ എന്ന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സൂറത്തുൽ ഇഖ്ലാസിന്റെ 5-ാമത്തെ പ്രത്യേകത നമുക്ക് സ്വർഗം എളുപ്പമായി കിട്ടും. സ്വർഗം എളുപ്പമാകും. സ്വർഗം എളുപ്പമാകും. നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. ഇമാം തുർമുദിയുടെ ജാമിഇൽ കാണാം ഒരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റജുലും മിനൽ അൻസാരി യഉമ്മുഹും ഫീ മസ്ജിദി ഖുബാ. പരിശുദ്ധമായ മസ്ജിദുൽ ഖുബായിൽ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് ഇമാമായി നിൽക്കുക. വലിയ മഹാനായ സൂഫിയായ സ്വഹാബിയാണ്. സ്വഹാബികളൊക്കെ സൂഫിയാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു മഹാനായ സ്വഹാബിയാണ് മസ്ജിദുൽ ഖുബാ. അൽഹംദുലില്ലാ, എന്തൊരു നല്ല മസ്ജിദാണ് മസ്ജിദുൽ ഖുബാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയിട്ട് ആദ്യം നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. മസ്ജിദുൽ ഖുബായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മഹാനായ അൻസാരികളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതനായ ഒരു സ്വഹാബിയാണ് അവിടെ ഇമാമത്തിനെ ഏൽപ്പിച്ചത്. കേട്ടോ. فكان كل ما افتتح سورة يقرأ لهم في الصلاة فقرأ بها افتتح بقل هو الله أحد حتى يفرغ منها ثم يقرأ بسورة أخرى معها. ഈ സ്വഹാബിയുടെ നിസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 1-2 ദിവസമൊക്കെ ആളുകൾ ക്ഷമിക്കും, പിന്നെ പ്രശ്നവും. നമ്മളെ പള്ളിയിലെ ഉസ്താദന്മാര് ഫാത്തിഹ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സൂറത്താണ് എല്ലാ ഇഷാക്കും മഗ്രിബിനും സുബൈക്കും ഒക്കെ ഒരു സൂറത്ത് തന്നെ 2 റക്അത്തിൽ ഓതി കഴിഞ്ഞാൽ നാട്ടുകാർ സമ്മതിക്കും. ഖുർആനിലെ അധ്യായങ്ങളിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് പ്രതിഫലം കൊണ്ട് നിൽക്കുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. തർക്കമില്ല. ഏറ്റവും മഹത്വമുള്ള അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. ഏറ്റവും മഹത്വമുള്ള ആയത്തുൽ കുർസിയാണ്. ബാക്കി എല്ലാത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഒരു മുസ്ലിയാര് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഫാത്തിഹ ഓതിയ ശേഷം സൂറത്ത് ഓതണമല്ലോ, അതും ഫാത്തിഹ തന്നെ ഓതി എന്താവും? ഏറ്റവും ശ്രേഷ്ഠതയുള്ള അധ്യായം ഓതിയെന്ന് അവിടെ പറഞ്ഞാൽ കമ്മിറ്റിക്കാർ സമ്മതിക്കൂല, നാട്ടുകാർ പിടിച്ച് പുറത്താക്കും. അപ്പൊ സത്യം പറഞ്ഞാലും ചില സമയത്ത് കുടുങ്ങിപ്പോകുന്ന അവസ്ഥ തന്നെ. സത്യം പറഞ്ഞാലും ശംസുലം പറഞ്ഞൊരു കഥ പല ഉസ്താദന്മാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാലും കുടുങ്ങിപ്പോകും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ആദ്യം ചെയ്തത് മനോരോഗികളെ കാണാൻ പോകലായിരുന്നു. അങ്ങനെ ഒരു ഭ്രാന്താശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം അവരുടെ ആ അവസ്ഥയൊക്കെ കണ്ട് അദ്ദേഹത്തിന് ഒരു സഹതാപം തോന്നി. അപ്പോണ്ട് അല്പം ഭ്രാന്ത് കുറഞ്ഞ ഒരാള് നെഹ്റുജിയെ കണ്ടു. അയാള് നെഹ്റുവിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അപ്പൊ അയാള് മുഖത്ത് കൈ വെച്ചിട്ട് പൊത്തി പിടിച്ചിട്ട് ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ അവസ്ഥയിൽ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് 2 ആഴ്ചയിലെ മരുന്ന് കഴിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ രോഗം മാറിയേക്കാം. ഞാൻ ഇവിടെ വരുമ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്.
അങ്ങനെ വന്നതുകൊണ്ട് അമേരിക്കയുടേതായതുകൊണ്ട് ഞാൻ 1 മാസം കഴിക്കേണ്ട വന്നു. നിങ്ങൾ ഇന്ത്യയുടെ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് 2 ആഴ്ച നിങ്ങൾ ഗുളികഴിച്ച ഈ അവസ്ഥ മാറിക്കിട്ടും എന്നാ പറഞ്ഞത്. അപ്പൊ സത്യം പറഞ്ഞാലും ചില സമയങ്ങളിൽ പ്രശ്നങ്ങളാണ്. അപ്പൊ ഏതായാലും സൂറത്തുകളുടെ കൂട്ടത്തിൽ വളരെ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ തന്നെ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയാലും വിവാദങ്ങളാവും. ഇവിടെ സ്വഹാബി ചെയ്തത് എന്താ? മസ്ജിദുൽ ഖുബായിൽ ആ മഹാനായ സ്വഹാബി ഇമാമ നിൽക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്താണ് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതാ. ഫാത്തിഹ കഴിഞ്ഞ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ട് ആ സൂറത്തിന് ശേഷമാണ് മറ്റൊരു സൂറത്ത് ഓതുക. അപ്പൊ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് കൂടാതെ വേറെ സൂറത്ത് ഓതുന്നുണ്ട്. ഇങ്ങനെ ആ സ്വഹാബി നിസ്കാരത്തിൽ പതിവായി ചെയ്തു പോരുന്നു. എല്ലാ റക്അത്തുകളിലും ഇങ്ങനെയാണ്. എല്ലാ റക്അത്ത് എന്ന് പറഞ്ഞാൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുന്ന എല്ലാ റക്അത്തിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദിവസങ്ങളോളം സ്വഹാബി ചെയ്തു കഴിഞ്ഞപ്പോൾ ഒപ്പം നിസ്കരിക്കുന്ന മഹാന്മാരായ മറ്റു സ്വഹാബികൾ ഈ സ്വഹാബിയോട് ചെന്നിട്ട് സംസാരിച്ചു. ഫഖാലു, അവർ പറഞ്ഞു, ഇന്നക തഖറഉ ബിഹാദിഹി സൂറത്തി, എടോ സഹോദര, തങ്ങൾ ഈ സൂറത്തുകളൊക്കെ നിസ്കാരത്തിൽ ഓതുന്നുണ്ടല്ലോ. സുമ്മ ലാ തറാ അന്നഹാ തുജ്സീക ഹത്താ തഖറഅ ബിസൂറത്തിൻ ഉഖറ, താങ്കൾക്കറിയാലോ ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഓതിയാലും നിസ്കാരത്തിന് കുഴപ്പമില്ലെന്നറിയാലോ. എന്നാ പിന്നെ ഒന്നുകിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓത്, ഫഇമ്മാൻ തഖറഅ ബിഹാ വഇമ്മാൻ തദ്അഹാ വതഖറഅ ബിസൂറത്തിൻ ഉഖറ, ഒന്നുകിൽ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഫാത്തിഹ കഴിഞ്ഞിട്ട് അത് മാത്രം ഓതാ, അല്ലെങ്കിൽ അതിന് ശേഷം ഓതുന്നത് മാത്രം ഓതാ. ഏതെങ്കിലും ഒന്ന് ഓത്, ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്ക്. എന്തിനാ ഇങ്ങനെ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മാനബി താരിഖിഹാ ഇൻ അഹ്ബബതും അൻ ഉമ്മകും ബിഹാ ഫഅൽതു വഇൻ കരിഹതും തറക്തുകും. സ്വഹാബി പറഞ്ഞു, ഞാൻ എന്തായാലും ഖുൽ ഹുവല്ലാഹു അഹദ് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത വഖത്തിന് ഞാൻ ഇമാമത്ത് നിൽക്കൂ. അല്ല, ഞാൻ ഇമാമ നിൽക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ട് പോവാൻ തയ്യാറാണ്. ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം. ഏതായാലും ഖുൽ ഹുവല്ലാഹു അഹദ് ഞാൻ എന്റെ നിസ്കാരത്തിൽ ഒഴിവാക്കൂല. ഈ സമയത്ത് മഹാന്മാരായ സ്വഹാബികൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് ആലോചന നടത്തി. വകാനൂ യറൗനഹു അഫ്ളലഹും വകരിഹു അൻ യഉമ്മഹും ഗൈറുഹു. ഈ സ്വഹാബി അല്ലാതെ മറ്റൊരു സ്വഹാബി ഇമാമ നിൽക്കുന്നത് ഒരു സ്വഹാബിക്കും ഇഷ്ടവുമല്ല. കാരണം മഹാപണ്ഡിതനും സൂഫിയുമാണ്. ആ മഹാനായ സ്വഹാബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിനൊരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ട് മഹാനായ സ്വഹാബി തന്നെ ഇമാമ നിൽക്കട്ടെ എന്നെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ആ സ്വഹാബിയോട് തന്നെ ഇമാമ നിൽക്കാനും പറഞ്ഞു. പക്ഷേ ഫലമ്മാ അതാഹുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറഹുൽ ഖബറ, ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ഇവരുടെ ഇടയിൽ വന്നപ്പോൾ വർത്തമാനത്തിന്റെ കൂട്ടത്തിൽ ഈ സ്വഹാബിയുടെ വിശേഷം ഹബീബായ നബി തങ്ങളോട് മറ്റു സ്വഹാബികൾ പറഞ്ഞുപോയി. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. മസ്ജിദുൽ ഖുബായിൽ ഇമാമ നിൽക്കാൻ വേണ്ടി ആ സ്വഹാബിയെ ഏർപ്പാടാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ സ്വഹാബിയെ സ്നേഹത്തോടുകൂടെ റസൂലുള്ളാഹി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മാ യാ ഫുലാനു മാ യംനഉക മിമ്മാ യഉമുറു ബിഹി അസ്ഹാബുക വമാ യഹ്മിലുക അൻ തഖറഅ ഹാദിഹി സൂറ ഫീ കുല്ലി റകഅ. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബിയോട് ചോദിച്ചു, നിന്റെ സുഹൃത്തുക്കൾ നിന്നോട് പറയുന്നുണ്ടല്ലോ വേറെ സൂറത്ത് ഓതുന്നത് കൊണ്ട് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ഉപേക്ഷിക്കാൻ, എന്തേ നീ ഖുൽ ഹുവല്ലാഹു അഹദ് ഒഴിവാക്കാത്തത് എല്ലാ റക്അത്തിലും എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബി റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, ഈ ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായം എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മറുത്തൊന്നും പറഞ്ഞില്ല, കേട്ട മാത്രയിൽ പറഞ്ഞു, ഇന്ന ഹുബ്ബഹാ അദ്ഖലഖൽ ജന്ന, മോനെ ഈ അധ്യായത്തെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ആ ഇഷ്ടം നിന്നെ സ്വർഗ്ഗത്തിൽ എത്തിച്ചു കഴിഞ്ഞെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടിട്ട് ഇനി നിസ്കാരത്തിലെ അധ്യായങ്ങളൊക്കെ എല്ലാം ഖുൽ ഹുവല്ലാഹു അഹദ് ആക്കാൻ നിൽക്കണ്ട. സ്നേഹം ഉണ്ടെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് വേണി ഓതാം എന്നല്ലാതെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചില സൂത്രപ്പണി ഉണ്ട്, ചെറുത് ഓതി പെട്ടെന്ന് ഇടപാട് കഴിക്കുക, അത് ആവണ്ട. ഏതായാലും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: ഈ അധ്യായത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ സ്വർഗ്ഗത്തിൽ എത്തും ഈ അധ്യായത്തോടുള്ള ഇഷ്ടം കൊണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ അധ്യായത്തെ ഇഷ്ടപ്പെടാം. എങ്ങനെ ഇഷ്ടപ്പെടാം? ഈ അധ്യായം ജീവിതത്തിൽ പതിവാക്കാം. ഉദാഹരണം,
നമ്മൾ നമ്മുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നു. ഈ സഹാബി എന്താ ചെയ്തത്? ഇന്ന ഹുബ്ബഹ അദ്ഖലകൽ ജന്ന എന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ അധ്യായത്തോടുള്ള മോന്റെ ഇഷ്ടം മോന് സ്വർഗ്ഗത്തിൽ എത്തിക്കുമെന്നാ പറഞ്ഞത്. ഈ അധ്യായത്തോടുള്ള ഇഷ്ടം എങ്ങനെയാണ് ആ സഹാബിക്കുണ്ടായത്? ഈ അധ്യായത്തോടുള്ള ഇഷ്ടം ആ സഹാബി ഈ അധ്യായത്തെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുവരുന്നു. നമുക്കിപ്പോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തോടു കൂടെ കഴിയുക. കാരണം എന്താ? നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തെ ഇഷ്ടപ്പെട്ട് കൊണ്ടുനടക്കാൻ കാരണം നമ്മൾ കുടുംബത്തിന്റെ കൂടെ ആയതുകൊണ്ട്. നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ വർത്തമാനങ്ങളൊക്കെ കുറച്ച് മിക്കവാറും ഈ ഖുൽ ഹുവല്ലാഹു അഹദ് തന്നെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വെറുതെ ഇരിക്കുന്ന നേരം വേണ്ട, എണ്ണവും വേണ്ട, അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാർക്കൊക്കെ ശുദ്ധിയില്ലാത്തപ്പോൾ ഓതാൻ പാടില്ല ഖുർആനാണ്. ഇതിങ്ങനെ എപ്പോഴും ഓതിക്കൊണ്ടിരുന്ന ഇതിനോടൊരു അറ്റാച്ച്മെന്റ് വരും. ഇതില്ലാതെ ഇത് ഓതാൻ പറ്റിയില്ലല്ലോ എന്നൊരു അസ്വസ്ഥത നമ്മുടെ മനസ്സിനെ വല്ലാതെ വീർപ്പുമുട്ടിക്കും. ഇത് ഓതാൻ പറ്റിയില്ലല്ലോ, വെറുതെ ഇരിക്കട്ടെ, കുറച്ചു നേരം ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ ഓതിക്കൊണ്ടിരുന്ന എന്ത് രസമായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ പറയുന്ന എനിക്കും എന്റെ നാവിനും നിങ്ങളുടെ നാവിനും ഒക്കെ അള്ളാഹു ഈ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പോവാൻ എളുപ്പം ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ മതി. ആ സ്വഹാബിക്ക് ആ ഭാഗ്യം കിട്ടി. അള്ളാഹു ആ ഭാഗ്യത്തിലേക്ക് നമ്മയും ചേർക്കുമാറാവട്ടെ. അങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് ജീവിതത്തിന്റെ ഭാഗമാക്കി എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ ദറസിന്റെ ആദ്യകാലത്തെ ജീവിതം എനിക്ക് ഓർമ്മ വരെ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ദറസിൽ വിദ്യാർത്ഥിയായി എത്തിയ ആദ്യ വർഷം, ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള, ഇന്ന് നല്ലൊരു നിലയിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു അന്നത്തെ ഒരു സഹോദരൻ, ഇക്കാന്ന ഞാൻ വിളിക്കും, ആ സഹോദരൻ എപ്പോഴും ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കും. ഞങ്ങൾ വർത്താനം പറയും, തമാശയൊക്കെ പറയും, അദ്ദേഹം അതിനകത്തൊക്കെ കൂടും. പക്ഷെ അദ്ദേഹം ചിരിക്കും, എല്ലാരും പിണക്കുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കതറിൽ മാത്രം ഒന്ന് ചിരിക്കും. പക്ഷെ എപ്പോഴും ഫാത്തിഹ ഓതും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ എപ്പോഴും ഫാത്തിഹ ഓതണേ? അപ്പൊ പറഞ്ഞു, എപ്പോഴും ഫാത്തിഹ ഓതണ നല്ലതല്ലേ, എനിക്ക് ശ്വാസം മുട്ടും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഫാത്തിഹ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതോടെ അത് മാറി വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എപ്പോഴും ഫാത്തിഹ ഓതാം. ഫാത്തിഹ എപ്പോഴും ഓതിക്കൊണ്ടിരുന്ന ആ ഓതുന്ന നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഫലിക്കുന്ന നല്ല അസറുള്ള നാവായി മാറും. ഫാത്തിഹ സൂറത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്ന പോലെ സൂറത്തുൽ ഇഖ്ലാസ് എപ്പോഴും ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പോകാൻ ഇനി വേറെ വഴി നോക്കേണ്ടതില്ല. എന്ന് വെച്ച് സൂറത്തുൽ ഇഖ്ലാസ് എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ സ്വർഗത്തിലേക്ക് നമുക്ക് എളുപ്പം എത്താം എന്ന് വെച്ച് നമ്മൾ നിസ്കരിക്കേണ്ടെന്നല്ല അതിനർത്ഥം. അതൊക്കെ ഇതിന്റെ കൂടെ വേണം. നിസ്കാരം കൊണ്ടൊന്നും സ്വർഗത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ലല്ലോ. സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് സഹായമാവട്ടെ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ഇന്ന് നമ്മൾ സംസാരിച്ചിരിക്കുന്ന 5 പ്രത്യേകതകൾ. ഒന്നാമത്തേത്, നമുക്ക് നന്മയുടെ വഴിയിൽ പ്രശസ്തരാവാം എന്നതാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്ത പ്രതിഫലം ഒരു ഖുൽ ഹുവല്ലാഹു അഹദിലൂടെ കിട്ടും. മൂന്നാമത്തേത്, നമ്മുടെ പാപം പൊറുക്കും. നാലാമത്തേത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവും. 5ാമത്തെ പ്രത്യേകത, സൂറത്തുൽ ഇഖ്ലാസ് നമ്മളെ സ്വർഗത്തിലെത്തിക്കും അതിനെ സ്നേഹിച്ചാൽ. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.